ലൈവ് വന്നേണ് നേരത്തെ. വേറെ കണ്ട് നമ്മൾ ജിജി അടിച്ച് നമുക്ക് പോവാം. ഗോഡ്സിൽ എപ്പോ വരും? എടാ ഗോഡ്സിൽ അമ്പത്തൂരാടാ പണിയുന്നത്. അത് എനിക്കറിയത്തില്ല അതെപ്പോ വരും. ഹൈനയുടെ കേസ് മാത്രമേ അപ്ഡേറ്റ് എനിക്കറിയോ. പിന്നെ ഹെലിയുടെ കേസും എനിക്കറിയില്ല. അത് അമ്പത്തൂരാണ് പണിഞ്ഞ. അപ്പൊ അമ്പത്തൂരിന്റെ അടുത്ത് തന്നെ ചോദിക്കണം അതിന്റെ അപ്ഡേറ്റ്. കാരണം രണ്ടും വേറെ മോട്ടോ എന്നുവെച്ചാൽ അവൻ ചെയ്യുന്ന 70-70യിലാണ്. ഞാൻ അല്ല 70 പിന്നെ Z3 അങ്ങനെയാണ് പണിയുന്നത് രണ്ടുപേരും. നമ്മള് വേറെയാണ്. ഇപ്പൊ 0 ഡിലേയാണ്. മുമ്പത്തെ മാർവല് അതിപ്പം മാർവലല്ല. ഇപ്പൊ 0 ഡിലേയാണ്. സെയിം ടീം തന്നെയാണ്. ഹലോ അടിയായി. ഈ വണ്ടി എപ്പടി ഒറ്റക്ക് ഇருக்கு பார். നാനേ ഇവിടെ ഉണ്ടായിരുന്ന ഇല്ല ഇപ്പതാ വന്നാ പിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. അമ്പത്തൂരിന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? മാത്രമാണുള്ളത് ഇവിടെ. ഓക്കെ, ബാക്കപ്പ് ആയിട്ട് മറ്റു വെഹിക്കിൾസും വന്നിട്ടുണ്ട്. MRZ-ന്റെ ഞാൻ ഉറങ്ങിയില്ല. ഞാൻ മറ്റേ വൈകുന്നേരം ട്രിപ്പെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചു നേരം ടയർഡായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് ഉറക്കവും വരുന്നില്ല. ഞാൻ ഇപ്പൊ വെളിയിൽ അവളെ കൊണ്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന. അളിയ എനിക്ക് അതിന്റെ അല്ല അളിയ, എനിക്ക് എന്റെ പ്രശ്നം പറയാൻ നോക്കൂ. എനിക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. എനിക്ക് ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കോളേജ് പരിപാടിക്ക് പോയണല്ലോ. ആ കോളേജില് പിള്ളേർക്ക് എല്ലാവർക്കും കുറേ പേര് അവർ ഒരു മറ്റേ കുറേ ഇവന്റുകളൊക്കെ അടുപ്പിച്ച് നടത്തി. അവർക്ക് ആ കോളേജിലെ പിള്ളേർക്ക് എല്ലാവർക്കും വൈറൽ ഫീവറായി. അപ്പൊ ലാസ്റ്റ് ദിവസം കോൺസേർട്ട് ചെയ്യാൻ പോയിട്ട് നമ്മൾ ഈ പിള്ളേരുടെയൊക്കെ കൂടെ ഇന്ററാക്ട് ചെയ്യാതെ ഫോട്ടോ എടുക്കാതെ ഒന്നും വരാനൊന്നും പറ്റൂലല്ലോടാ. അപ്പൊ ഷോ കഴിയുമ്പോൾ അവരെല്ലാം വരും. അപ്പൊ അവരുടെ അടുത്തെല്ലാം സംസാരിച്ച് ഈ ഹഗ്ഗൊക്കെ കൊടുത്തൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്കും കിട്ടി, വിനീതിനും കിട്ടി. അങ്ങനെ ഇതായപ്പോ ഇതാ പറ്റിയതാ. എല്ലാം വന്ന തന്നെ. ഇപ്പൊ ഓക്കേടാ ഇല്ല കുഴപ്പമൊന്നുമില്ല കോച്ച്. ഞാനിപ്പോ മരുന്നിന്റെ പവറിൽ നിക്കുക. അത് ശരിയാണ്. അങ്ങനെ അവര് വരുമ്പോഴും നമുക്ക് മാറ്റി നിർത്താനും പറ്റില്ലല്ലോ. അതെ 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 അതെ. ലൈവ് ആണെന്ന് പറയണ എനിക്കറിയാം. ലൈവ് ആണെന്ന് ഞാൻ പിന്നെ ലൈവ് ആണെന്ന് അറിയാം. ലൈവ് ഈസി അല്ലേ? കോളേജിന് തൊട്ടടുത്തായിരുന്നു എന്റെ വീട്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. പ്രണയ വേറെ ദിവസം കാണാടെ. കുറച്ച് സൗണ്ട് വെച്ചടാ. ഇതിനകത്ത് സൗണ്ട് ഇല്ലല്ലോ. പാട്ടോട് പക്കുവൊക്കെ അടഞ്ഞതോ ഇരിക്കുന്നു. ഇന്നലെ തീർത്ത നന്നായി. ഇല്ലെങ്കിൽ നാളെ തന്നെ ഇത്. പക്ഷെ ഇത്ര നേരം ഒരു ഇരിക്കണല്ലോ. പ്രീവാർ MRC ജയിച്ചല്ലേ? MRC സ്പ്ലിറ്റ് ആയി നല്ല രീതിക്ക്. ആര് വന്നിരിക്കുന്നു മാറ്റി പറഞ്ഞ ഞാൻ വേറൊരാളുടെ POV ഉണ്ട് കേട്ടോ. കോച്ച് മറ്റേ 1 മണിക്ക് അടിച്ചതാ. ഇവിടുന്ന് പോയി. ഹോൾഡ് ഇട്ടിട്ടില്ലല്ലോ ആരും ഇവിടുന്ന്. അത് കൊള്ളാം സംഭവം. എനിക്ക് പഠിപ്പിച്ചു തരണേ. സർവർ സൈഡിൽ ലാഗ് വന്നടാ പീരീഡിന്. ട്യൂട്ടോറിയൽ കാണിക്കണേ. കുറച്ച് കാമിക്കണം, പഠിക്കണം, ചൊല്ലിക്കൊടുക്കറീங்களா? ഡ്രൈവർ
മാറ്റേ ഞാന് സ്റ്റിയറിംഗ് വീലൊക്കെ എടുത്ത് വെച്ച് കറക്കി കേട്ടാ സെറ്റായി. വന്നാ നമുക്ക് എല്ലാവർക്കും ഒരു റൈഡ് പോവാം. എനിക്ക് നാളെ രാവിലെ എത്തും, അതായത് ഇന്ന് രാവിലെ എത്തും എനിക്ക്. ആണാ എന്റെ ഇതുണ്ട് മേടിച്ചാടാ ഞാൻ മേടിച്ചല്ല, എന്റെ പണ്ടേ ഉണ്ട്. ഏതാ എന്റേത് അല്ല, PXL ഏത് ഗെയിം ആയിരുന്നു മറ്റേ അന്ന് കളിച്ചില്ലേ? ഫോർസ. ഏതാ കളിക്കണേ മറ്റേ? ഏതാ കളിക്കുന്നേ? ഞാൻ ഫോർസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഭീമം എഞ്ചി കളിക്കാം. ഭീമം എഞ്ചി ആ മറ്റേ അന്ന് കളിച്ചതല്ലേ? അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റിയറിംഗ് വീൽ ഉണ്ടോ? എന്റെ ഉണ്ട് എനിക്ക് ഇന്ന് വരും. അതെങ്ങനെ മറ്റേ ഗിയറൊക്കെ ഉള്ളതാണോ അതോ സ്റ്റിയറിംഗിൽ മാത്രം? ഏതാ മേടിച്ചത്? ഗിയറുള്ള ഞാൻ മറ്റേ PX അളിയാ ഞാൻ നിന്റെ അതിന്റെ നോക്കിയായിരുന്നു അളിയാ. അതെ നിന്റെ ആ വീലും ഇതും ഉണ്ടല്ലോ, കൊറേ ഗെയിംസിൽ അതിന്റെ പ്രീ സപ്പോർട്ടില്ല. ആ PSN ആണോ മേടിച്ചേ? PS ഉണ്ട്. ആ അതന്നെ ഞാൻ എന്റെ ഇരിക്കണ അതില്ല മറ്റേ ഈ കൊറേ ഇതില്ല ഇത് സപ്പോർട്ടില്ല. ആ എന്റേത് അതാണ് ഇരിക്കണത്. പക്ഷെ അളിയാ മെയിൻ എന്റെ അടുത്ത് അന്നേ അണ്ണ പറഞ്ഞ് ഇത് മേടിക്കണ്ടേ ഉണ്ടളിയാ. പക്ഷെ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം അളിയാ. സപ്പോർട്ട് ആവത്തില്ല, ഭയങ്കര ഡിലേ. ഒന്നാമത്തെ കാര്യം ഡിലേ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരും. നീ ആ മോഡലിന്റെ ഇത് നോക്കിയാൽ മതി. ഇതിലും ബെറ്റർ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ലോഗിടെക് അളിയാ. അത് ഞാൻ എല്ലാ ഗെയിം സപ്പോർട്ട് എന്തി കൊണ്ട് കുത്തിയാലും അളിയാ ഒന്ന് സെറ്റിങ്സ് പോലും മാറ്റണ്ട. ഡയറക്റ്റ് നേരെ അങ്ങ് വരും. മനസ്സിലായ? എന്തി കൊണ്ട് കുത്തിയാലും ഏത് ഇനി സ്റ്റിയറിംഗ് വീൽ സപ്പോർട്ട് ആവാത്ത സത്യം അത് എല്ലാത്തിനും സപ്പോർട്ട് ആവും. അത് അവര് സമ്മതിക്കണം. അഡീഷണൽ ഒരു ഇതിലുണ്ട്. ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്കിൽ മാത്രം കാര്യമില്ല അളിയാ. നിനക്ക് ഈ ഫീഡ്ബാക്ക് കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോ വെറുക്കും നിനക്ക് ഫീഡ്ബാക്ക്. നമ്മുടെ കൈയൊക്കെ മറ്റേ കുറച്ച് ഇതാവും. ഭയങ്കര വാറണ്ടി സംസാരിക്കാം. വാറണ്ടി ഇത് കളയണ്ട. റെസ്പോൺസിബിൾ ആണ്. മോസ്റ്റർ സ്പോൺസർഷിപ്പ് എന്നാ ബ്രോ? മോസ്റ്റർ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഉള്ള വീലാ ബ്രോ. എന്ന് വെച്ചാ മോസ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യം പ്രൊഫഷണൽ വീലാ. ലോഗിടെക് എന്ന് പറയണത് എൻട്രി ലെവൽ വീലാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സാധനം എല്ലാം എൻജോയ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് അവര്. മാക്സിമം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫയർ ചെയ്തിരുന്നത് എനിക്കൊന്ന് ലോഗിടെക്കിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ഇതുണ്ട് സ്റ്റിയറിംഗ്. രണ്ടെണ്ണം അവർ കൂടിയ ഒരെണ്ണമുണ്ട്, കുറഞ്ഞ ഒരെണ്ണമുണ്ട്. കൂടിയത് രണ്ടും നല്ലതാണ്. കുത്താൻ നല്ലൊരു ചാൻസ് മൊത്തത്തിൽ അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫയറിംഗ് കെവിയുടെ സൈഡിൽ നിന്ന് എംആർസിന്റെ വെഹിക്കിൾസിന്. ഈ ഒരു വണ്ടിയുടെ രണ്ട് ടയേഴ്സും പോയിട്ടുണ്ട്. ആ ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് ആയിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് അവർ കുത്തുമെന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു കെവിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അത് കറക്റ്റ് ടൈമിങ്ങിൽ കുത്തിയേട്ടാ കെവിയെ. അത് 3 വണ്ടിന്ന് ആളിറങ്ങി ഒരേ ടൈമില്. കെവിയുടെ ഇത് ഭയങ്കര പാസീവ് ആയതുപോലെ തോന്നുന്നില്ലേ? അത് മാത്രല്ല ഇവര് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന ഒരു ടീം ഫൈറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ ഇവര് സപ്പോർട്ട് വരാൻ ഭയങ്കര ലേറ്റ് ആയി. ഇവർക്ക് പ്രീവാറിൽ പറ്റിയൊരു കാര്യം നീ ആലോചിച്ച് നോക്കിയാൽ മതി. കുറെ പ്ലേയേഴ്സ് ബൈഫൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കടന്ന് ഓടി ക്രോസ് ചെയ്ത് അതില് മുട്ടൻ ഡാമേജ് ബോഡി പിതുക്കി എല്ലാവന്മാരും 1 HP ആയി. റേസ് ട്രാക്കിലോട്ട് വന്ന ക്യാഷ് അടക്കം എല്ലാരും ഇന്നും അതേപോലെ ഒരു സീൻ ഉണ്ടായിരുന്നു. ആണ് ഇന്നത്തെ ദിവസം ഞാൻ എത്ര മണിക്കൂർ ലൈവ് ഇട്ടു? കറന്റ് ഓൾറെഡി ഉച്ചയ്ക്ക് ഒരു 3 മണിക്കൂറോളം ലൈവ് ഇട്ടു. ഇപ്പൊ കറന്റ് 3 മണിക്കൂറോളം കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം 5 മണി കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പോയപ്പോ വേണ്ട ഇത് കഴിഞ്ഞിട്ട് പോകാൻ പിടിച്ചിരുന്നു. ഞാൻ 6 മണിക്കൂറായപ്പോ ഞാൻ നിർത്തി. ലൈവ് ഉണ്ടായിരുന്നു ബ്രോ. നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ലൈവില് ഞാൻ കഴിഞ്ഞ വാറില് പോലെ തന്നെ ഞാൻ ഇന്ന് എനിക്ക് ഞാൻ ഈ വാറ് കളിക്കാനിരുന്നതായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. ഞാൻ പ്രീ വാറും കളിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോഴാ എനിക്ക് കഴിയാത്തോണ്ട് ഞാൻ നീലനെ വിളിച്ചിട്ട് പറഞ്ഞു, നീല ഇതാണ് ഇങ്ങനെ കളിക്കുള്ളൂ. നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെയാണ് ഇന്ന് അവർ കളിച്ചത്. മനസ്സിലായോ? കാരണം നമുക്കറിയായിരുന്നു ഇത് കുറച്ച് ഒന്നാമത്തെ കാര്യം ഇത് ഡിലേ ആവുമെന്ന് നല്ല രീതിയിൽ നമുക്കറിയായിരുന്നു. അതുകൊണ്ട് അവൻ അത് പറഞ്ഞ സാധനം എനിക്ക് അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അവൻ കളിപ്പിച്ച രീതിയുണ്ട് കൈസ്. അതാ ഞാൻ ഈ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. നമ്മളിപ്പോ ഒരു ലീഡറോ കോ ലീഡറോ വോട്ടർ നമ്മളൊരാളെ ഒരു സാധനം ഏൽപ്പിക്കുക. ആ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് തിരിച്ചു ചെയ്ത് തരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ.
ആ സാധനമാണ് എനിക്ക് എൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്ന് കിട്ടണേ. ഇത് ഞാൻ പൊക്കി പറയണമല്ല. നമ്മളൊരു സാധനം നേരത്തെ പറഞ്ഞു കൊടുത്ത് പ്ലാൻ ചെയ്യിക്കുന്ന സാധനം അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് വെളിയിലിരുന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ കളിക്കാൻ പോകുമ്പോൾ ഉള്ള പ്രഷറിൽ അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയണത് അതൊരു വലിയ കാര്യമാണ്. മനസ്സിലായോ? ലൈക്ക് നമുക്കിത് അടിക്കുന്നുണ്ട്. അതെ ഞാൻ പറയണേ. അതാ നമ്മൾ ഈ പറയണത് പോലെ വെളിയിൽ നമ്മൾ ഇങ്ങനെ നിന്ന് പറയുമ്പോൾ ലൈക്ക് പ്ലേയേഴ്സിന്റെ പ്രഷർ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അവനോട് പറഞ്ഞു, അവൻ എൻ്റെ അടുത്ത് വിളിച്ചപ്പോഴേ പറഞ്ഞു ഞാൻ മോട്ടിവേറ്റ് ചെയ്തോളാം ചേട്ടാ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞാണ് അവൻ കളിപ്പിച്ചത്. എനിക്ക് വേറൊരു കാര്യം അറിയാം. ഇന്ന് എനിക്ക് കുറേ പേര് ഫീഡ്ബാക്ക് ആയിട്ട് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഗെയിം പ്ലേ ഇന്ന് കുറച്ച് പാസീവായിട്ടാണ് നിങ്ങൾ കണ്ടത്, ഇത്ര ദിവസം കണ്ട TV അല്ല. ഇത് ശരിക്കും പ്ലാൻ ആയിട്ട് ചെയ്തത് നമ്മൾ കളിച്ചൊരു ഗെയിം പ്ലേ സ്റ്റൈൽ തന്നെ ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ വെറുതെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് വെറുതെ പോയി കുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പൊ എല്ലാ ടീമും അത് ചെയ്തു തുടങ്ങി. ആ സാധനം എല്ലാ ടീമും ചെയ്തു തുടങ്ങി. ഇപ്പൊ ഇതിന്റെ സെനാറിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ആരാദ്യം ഇറങ്ങി പൊസിഷൻ എടുക്കുന്നോ അവർക്കായിരിക്കും ബെറ്റർ അഡ്വാൻറ്റേജ്. അങ്ങനെ ഇപ്പൊ ഒരു ഗൺ പവർ അങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് എത്തി. അതിന്റെ കൂടെ PL എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ POV കാണിച്ചായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ അതിനകത്ത് പ്രീവാറിൽ ഡൗൺ ആയതിലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ എല്ലാം POV ഏകദേശം അങ്ങനെ തന്നെയാണ്. കുറേ നേരം ആൾക്കാർ അനങ്ങാതെ നിന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും വെടികൊണ്ട് ചത്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഇതിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ അതെല്ലാം അഡ്വാൻറ്റേജ് ആക്കി വാറും പ്രീവാറും ജയിച്ചു വന്നു. നിങ്ങളും ഡിസപ്പോയിന്റഡ് ആവാത്തതിൽ സന്തോഷം. സംഭവിക്കുന്നില്ല. 3:44 ഇന്നത്തെ ടോട്ടൽ ലൈഫ് ടൈം എനിക്ക് സിനിമാറ്റിക് ഇല്ല ബ്രോ. നാളെ നമ്മളൊരു നമുക്ക് ഇന്നൊരു കണ്ടന്റ് ഇതിനകത്ത് കുറെ പുണ്ടച്ചുകൾ എന്നെ മെൻഷൻ ചെയ്തായിരുന്നു. കുറെ പേര് എന്നെ മെൻഷൻ ചെയ്തായിരുന്നു. ആ കണ്ടന്റിന് ഒരു റീൽ റിപ്ലൈ ബാക്ക് ആയിട്ട് നമ്മുടെ ഒരു ഇത് ചെയ്യും. നാളെ ആരൊക്കെ വീഡിയോസ് ഉണ്ടാക്കിയിടണോ എല്ലാം ഞാൻ ഇങ്ങനെ ഇടും സ്റ്റോറി. നാളത്തെ സ്റ്റോറി കുറച്ച് ലോങ് ആയിരിക്കും. കുറച്ച് ദിവസമായിട്ടിരുന്ന ടാഗ് ആയിരുന്നു, ടാഗോട് ടാഗ് ഡിലീറ്റ് ആക്കി ഓടിയണ. ഡിലീറ്റ് നോക്കിയില്ലടാ, ഡിലീറ്റ് നോക്കിയിട്ടില്ല. അവിടെ ഉണ്ട്. ഞാൻ വാറ് ജയിച്ചതിന് ശേഷം ഒഫീഷ്യൽ TV അക്കൗണ്ടിൽ നിന്ന് അതിനകത്ത് പോയൊരു റെഡ് ഹാർട്ട് ഇട്ടിട്ട് പോരുന്നു. ജയിച്ചതിന് ശേഷം നമ്മളല്ലേ കുണയ്ക്കാൻ പാടുള്ളൂ, അതിന് മുമ്പ് കുണയ്ക്കേണ്ട ആവശ്യമില്ലല്ലോടാ. ഓക്കെ, എന്നാലും കറക്റ്റിൽ അവനെ തന്നെ ഒറ്റയ്ക്ക് കിട്ടുകയും ചെയ്തല്ലോ. അവനെ തന്നെ കിട്ടിയാളി, അവനെ ഇടിച്ച് അങ്ങ് പെരട്ടി കൊടുത്ത്. എടാ ആ സിറ്റുവേഷൻ എന്താന്ന് അറിയോ ആളിയാ ഗോകു? ഇന്നലെ നമ്മള് വാറ്, അതായത് ഇനിഷ്യൽ തൂറി എന്ന് പറഞ്ഞ എന്നെ ഇന്നലെ ഒരു MRCയുടെ ഒരു കുറെ ഫാൻ പേജ് കണ്ടികൾ ഇങ്ങനെ മെൻഷൻ ചെയ്തോണ്ടിരിക്കുക. ഈ ഇനിഷ്യൽ തൂറി ഇവന്മാര് പറയണ കാര്യം എന്താ അറിയാ? നമ്മൾ ഇന്നലെ അവിടെ 8 പേരെയും കൊണ്ട് ആദ്യം ചെന്നിട്ട് ബാക്കി 2 പേര് റേഡിയോയിൽ ഇലയുള്ള സമയത്ത് റേഡിയോ നിറക്കി. ഞാൻ ഓൾറെഡി പറഞ്ഞ് വേറെ ഡൗൺ ആയ ഒരുത്തന്നെ റേഡിയോക്കകത്ത് കയറാൻ ഇറക്കി. ഞാൻ നോക്കിയപ്പോ നമ്മുടെ പ്ലേയേഴ്സ് അല്ലാതെ ഒരു 5-6 പേര് സിറ്റിക്കകത്ത് പലയിടത്തായിട്ടുണ്ട്. ഇലയുമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ റേഡിയോയിൽ കണക്ട് ചെയ്തിട്ട് പോയി അടിക്കാനുള്ള പ്ലാനില്ല. ഞാൻ റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഇവന്മാര് KV ആയിട്ട് അടി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ മറ്റേ ഫയലിട്ട് ഒരു പുണ്ടച്ചി HF പിടിച്ച സമയത്തെ അവന്റെ കൂടെ വന്നിരുന്ന്, അളി ഇതൊക്കെ നോർമൽ കാര്യമാണ് അളിയ, ഇത് ജീവിതത്തിൽ ഒരിക്കൽ പറ്റിപ്പോയതല്ലേ, അതൊന്നും കുഴപ്പമില്ല, നീ സന്തോഷത്തോടെ ഇരിക്കുക, നമുക്ക് ഇത് 2 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ മറക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന് അവന്റെ ചന്തിക്ക് തടവിയ കണ്ടിയാണ് ഇവൻ. ഇവൻ ഇരുന്ന് നമ്മുടെ റേഡിയോയെ പറ്റി പറയാണ്. നമ്മുടെ റേഡിയോ ഫൈറ്റ് KV കുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഗാങ്സും കുത്തിയിട്ടുണ്ട്. KV അടിച്ച് കയറുന്നുണ്ട്. MRZ CK കാർലനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത് അലക്സ് ഡുവർ ഒരു പിക്ക്, ക്രിസ്റ്റി ജൂനിയർ ഒരു പിക്ക്, ഇതാ കക്കാശി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ക്രിസ്റ്റിയുടെ അടുത്തൊരു പിക്ക്, ഷീബ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്, മൈക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ഒരു പിക്ക്, റഷ്യൻ സ്പീഡ് ഒരു പിക്ക്, പ്രണവ് സട്ടൻ ഒരു പിക്ക്, ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തൊരു പിക്ക്, MRZ അലക്സ് ഡുവർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കുറുപ്പടേന് ഒരു പിക്ക്, അലക്സ് ഡുവർ ഒരു പിക്ക്, കക്കാശി ഒരു പിക്ക്, ജപ്പാൻ ഡാൻജ് ഒരു പിക്ക്, അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്, KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MRZല് ഇനി ജപ്പാൻ ഡാൻജി, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഡുവർ 1 HP ആണ്. അലക്സ് ഡുവർ ഫ്ലഫി കക്കാശിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. ജപ്പാൻ ഡാൻജി മാത്രം ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ജപ്പാൻ ഡാൻജി ഒരു 1v5 സിറ്റുവേഷൻ. ജപ്പാൻ ഡാൻജി ലാസ്റ്റ് മാൻ.
இவங்க அதே தப்பு தான்டா பண்றாங்க. അത് തന്നെ വീണ്ടും ആ മിസ്റ്റേക്ക് തന്നെ அதே ரைட் சைடுல பாரு, ரீவைண்ட் பண்ணி பாரு, ரைட் சைடுல 2 பேரு அவனுங்க ஃபுல் வச்சிருக்கானுங்க. போன வாட்டியும் அதே தான் நடந்து, ഈ വാട്ടിയും അതേ தான் നടന്നു. അതെ 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 അങ്ങനെ തന്നെ കളിച്ചവര്. KV കുത്തിയിട്ട് വണ്ടി MRZ KV ഇവിടെ കുത്തിയിട്ടുണ്ട്. MRZ KV കുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ഗാങ്സും இவங்க കുത്തിയിട്ടുണ്ട്. പുഷ് பண்ணி வரும்போது അമ്മാർ അറ്റാക്ക് കൊടുത്തിട്ടേ MRZ CK മാരി കാർലനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. CK മാരിയാണ് ഫസ്റ്റ് പിക്ക് എടുത്തിരിക്കുന്നത്. അലക്സ് ഡുവർ ഒരു പിക്ക്, ക്രിസ്റ്റി ജൂനിയർ ഒരു പിക്ക്, ഇതാ കക്കാശി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ക്രിസ് പിക്ക് എടുത്തിട്ടുണ്ട്. മൈക്ക് ഒരു പിക്ക്, റഷ്യൻ സ്പീഡ് ഒരു പിക്ക്, പ്രണവ് സട്ടൻ ഒരു പിക്ക്, ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ അടുത്തൊരു പിക്ക്. MRZ അലക്സ് ഡുവർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കുറുപ്പടേനി ഒരു പിക്ക്, അലക്സ് ഡുവർ ഒരു പിക്ക്, കക്കാശി ഒരു പിക്ക്, ജപ്പാൻ ഡാഞ്ചി ഒരു പിക്ക്, അലക്സ് ഡുവറിന്റെ അടുത്തൊരു പിക്ക്, KV ഹിറ്റ്മാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. MRZ-ല് ഇനി ജപ്പാൻ ഡാഞ്ചി, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഡുവർ 1 HP ആണ്. അലക്സ് ഡുവർ ഫ്ലഫി കക്കാശിനെ ഡൗൺ ആക്കിയിരിക്കുന്നു. ജപ്പാൻ ഡാഞ്ചി മാത്രം. ആർട്ടി വണ്ടികളൊക്കെ എവിടെ കുത്തി? അതാണ് ജപ്പാൻ ഡാഞ്ചി അതൊരു ഡിലേഡാ കൊണ്ട് കുത്തിയത്. അവര് കുറച്ച് ഡിലേ. ഇവരെ പുതിയ കുറെ പ്ലേയേഴ്സ് ഉണ്ടോ ഇവർക്ക്? ഇവരെല്ലാം മേ ബി സെറ്റായി വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കേ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് കുറെ നേരം ഞാൻ ലൈവ് ഇട്ടിട്ട് ആർക്കിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവര് ഈ സെയിം പ്ലേസിലേ കളിക്കത്തുള്ളൂ. ഇവര് ഈ സെയിം പ്ലേസിൽ ഇവരുടെ അഡ്വാൻറ്റേജിൽ മാത്രമേ കളിക്കത്തുള്ളൂ. അത് ഇവരുടെ ക്ഷമ കളയണം, എന്നാൽ മാത്രമേ ഇതാകത്തുള്ളൂ. ആണാ ഇത് കാരണം നമ്മുടെ സിറ്റുവേഷൻ അവര് മുക്കുമല്ലോ. എടാ നമ്മുടെ അടുത്ത് ഡയലോഗ് അടിക്കണമെങ്കിൽ നമ്മളെ അടിക്കണം, മനസ്സിലായോ? അല്ലാതെ KV അടിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വന്നാ അടിച്ച് ഞാൻ വായിക്കാത്ത കൊടുക്കും. നമുക്ക് കൺസേൺ, നമ്മള് ഫ്രണ്ട്ലി ബ്രദർഹുഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്. ഒബ്വിയസ്ലി നമുക്ക് അവരോട് ഇഷ്ടമുണ്ട്, മനസ്സിലായോ? എന്ന് കരുതി അവര് തോറ്റേലും നമ്മൾ ഇവിടെ നിന്ന് മെസ്സേജ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരുടെ എല്ലാ ഗ്യാങ്സിനും ഉണ്ട് ഇങ്ങനത്തെ ഒരു നല്ല ടൈം, ഒരു ചീത്ത സമയം. അത് കഴിയുമ്പോഴത്തേക്കിനും അത് സെറ്റ് ആവും, മനസ്സിലായോ? അല്ലാതെ എന്ന് വെച്ച് അവന്മാരെ അടിച്ചു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കുണയ്ക്കാൻ വന്നാ അതെന്നാരം ഞാൻ കൊടുക്കും. நம்ம அடிச்ச அடி இருக்குல்ல, அப்படியே தார் ரோட்ல வச்சு தரன்னு மூஞ்ச தேய்ச்சிட்டு வந்து, அதனால நம்ம கிட்ட பேச முடியாது. റാംബോ ഇനി TV ഡ്രാഗ് ചെയ്താലും എന്ത് ഡ്രാഗ് ചെയ്താലും അടിച്ചിട്ട് അതറിഞ്ഞാ കോച്ചിനെയൊക്കെ ചുമ്മാ തെറി വിളിച്ച് റാംബോ ഇരുന്നിട്ട് അതെന്താണ്? എടാ ഞാനൊരു കാര്യം പറയട്ടെ, കോച്ചിനെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. പുള്ളിക്ക് എല്ലാ ഗെയിമിലും ഗണ്ണ് പിടിക്കാൻ അറിയാം അറ്റ്ലീസ്റ്റ്. അല്ല പുള്ളിക്ക് ഞാൻ പറയാല്ലേ, ഇപ്പൊ റാംബോ ഞാൻ കളിയാക്കൊന്നുമല്ല. റാംബോ ഒക്കെ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ 1.5 മാസം ആവുന്നതേ ഉള്ളൂ. റാംബോ ഒക്കെ വേറെ ഇതായിട്ട് നടക്കുന്ന സമയത്ത് തന്നെ പുള്ളി ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ജപ്പാനിൽ വരെ പോയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ പൊട്ടൻഷ്യൽ ഈ അപ്പി ഗെയിമിൽ കാണിക്കേണ്ടതല്ല. ഈ അപ്പി ഗെയിം ഇപ്പോഴും ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓൾറെഡി നമ്മളൊരു ബിൽഡ് ചെയ്ത് വെച്ച സാധനം ഇവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ഇത്രയും സീരിയസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യണേ. അല്ലെങ്കിൽ പുള്ളിയുടെയൊക്കെ പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ ബാക്കിയുള്ള ഗെയിം സ്ട്രീംസ് കൂടെ നോക്കണം. അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അത് വിട്, നിങ്ങൾ അതൊക്കെ വിട്. കോച്ച് ഇന്ന് എന്നിട്ട് പോലും ഗൈസ് ഇതിനകത്തോട്ട് വന്നപ്പം TV ഓഡിയൻസ് തന്നെ പറഞ്ഞതാണ് കോച്ചിനെ കൊണ്ടൊന്നും ആർപ്പിക്കകത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. GTA 5 ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പുള്ളി PUBG പ്ലെയർ അല്ലേന്നാ പറഞ്ഞത്. ഇന്ന് എടുത്തു വെച്ച് കളിച്ചവനെയൊക്കെ സത്യം എടുത്തിട്ട് പണിന്ന് എടുത്തിട്ട് எங்ககிட்ட சொன்னது ஞாபகம் இருக்கா? உன் அடிக்க வரதுக்கு முன்னாடி ஒரு 5 பேரை சாவடிச்சு தாண்டா சாவன்ட்டு ഏതാ തമിഴ് പറയുമ്പോ ഒരു ഇത് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയുമ്പോ? പിന്നെ ஆரம்பத்திலேயே அதான் சொன்னேன்டா, ஈகிள் அடிக்கிறதுக்கு முன்னாடி 5 பேரை அடிச்சுட்டு தாண்டா சாவ. അതിനെ കാട്ടിക്കിട്ടില്ല ഇതല്ലേ 5 പേരെ സാവടിച്ചിട്ടേ ഞാൻ വരുള്ളൂ. വാർത്തയെ കാപ്പാത്തി നീ മാറിക്കോ. അത്രേ ഉള്ളൂ. ഗൈസ് ഈ ലിങ്ക് ഇട്ടേക്കുന്ന ഡീമന്റെ ആണ് ഗൈസ്, എല്ലാരും ഒന്ന് ഫോളോ ചെയ്യാ. അവൻ വരുന്നതാണ്, എല്ലാരും ജസ്റ്റ് ഫോളോ അടിച്ച് വെച്ചേക്കാ. നാളെ ഡീമ ഉണ്ടോ അവിടെ?